ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഏട്ടക്കറി ഉണ്ടാക്കിയാലോ. ഇന്ന് കറി വയ്ക്കാൻ നമുക്ക് ഏട്ടയായിരുന്നു കിട്ടിയേ. അതിനാവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ഉലുവ, പിന്നെ പുളിവെള്ളം, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കരിവേപ്പില, പച്ചമുളക്, സവാള, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി. അത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കാദ്യം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. നല്ലോണം മിക്സായ ശേഷം പുളിവെള്ളം ഒഴിച്ച് കരിവേപ്പില ചേർത്ത് ഉലുവ ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ച മസാല ചേർക്കാം. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നേ. ഇനി നമുക്ക് ഈ മസാലകൾ നന്നായി തിളച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് ഏട്ടക്കുട്ടന്മാരെ ചേർക്കാം. മസാലയെല്ലാം തിളച്ച് വരുന്ന സമയങ്ങളിൽ നമുക്ക് ലേശം ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ കറിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കാം. നന്നായിട്ട് ചുവന്ന് വരുന്നവരെ നമുക്കൊന്ന് നോക്കാം. മസാലയിൽ നന്നായി തിളച്ചിട്ടുണ്ട്. കഷ്ണമുള്ളതായി നമുക്കിത് ഏട്ടക്കുട്ടന്മാർ ചേർക്കാം. തിളക്കട്ടെ. നന്നായി തിളച്ച് വരട്ടെ. കുറച്ച് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഏട്ടക്കറി നന്നായി തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ 2 കഷ്ണമായിട്ട് പൊരിക്കുന്നുണ്ട്. നമ്മൾ കറി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഉള്ളി വറുത്തിടാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. യെല്ലോ ചെയ്തിട്ട് നല്ല റെഡിയായി. ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഏട്ടക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ മോക്ക് കുറച്ച് ടേസ്റ്റായിരുന്നു ഇവിടെ. നമ്മൾ രസം ഉണ്ടാക്കിയാട്ടെ. അമ്മയാക്കി ഏട്ടക്കറി രസം ഉണ്ടാക്കിയാൽ
അമ്മ ഏട്ടക്കറി സൂപ്പറാണ്. അതെയാ